മക്കൾ എത്ര വലുതായി കഴിഞ്ഞാലും അവരുടെ ദേഹത്തൊരു തുള്ളി മണ്ണ് വീഴുന്നത് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? അവരുടെ ചോര പൊടിഞ്ഞാൽ നെഞ്ചു പിടയാറില്ലേ? എറണാകുളം തൃക്കാക്കരയിലെ 2 യുവാക്കളെ ക്രിമിനൽ സംഘങ്ങൾ പന്ത് തട്ടുന്നത് പോലെ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ട രക്ഷിതാക്കൾക്ക് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് 3 അംഗ സംഘം ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ അറസ്റ്റിലായി. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരെയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലെ സജീവ അംഗങ്ങളാണ് അറസ്റ്റിലായ പ്രതികളെന്ന് പോലീസ് വ്യക്തമാക്കി. ദൃശ്യങ്ങളിൽ കാണുന്ന ക്രൂരമർദ്ദനം നടത്തുന്ന ബെന്നി എന്ന വിവീഷ് കാക്കനാട്ടെ സ്പാർട്ടൻസ് എന്ന മാർഷൽ ആർട്സ് അക്കാദമിയിൽ ബോക്സിംഗ് ട്രെയിനറാണ്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്ന യുവാക്കളെയാണ് കാറിലെത്തിയ സംഘം അതിക്രൂരമായി ആക്രമിച്ചത്. കാറിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന വാഴക്കാല സ്വദേശികളായ മുഹമ്മദ് ഷാഫി, പ്രവീൺ കുമാർ, നിസാം എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ആക്രമണത്തിൽ പ്രവീൺ കുമാറിന്റെ തലയോട്ടിക്ക് പൊട്ടലും ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. ഇയാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താടിയലിൽ പൊട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം? അതുപോലെ മറ്റേ വളയിട്ടിട്ട് ഇടിച്ച വളയാണോ എന്താണെന്നോ എനിക്ക് കറക്റ്റ് നമ്മൾ സാക്ഷിയല്ല. പക്ഷെ ഒന്നില്ലെങ്കിൽ വള അല്ലെങ്കിൽ മോതിരം പോലത്തെ എന്തോ ഡോട്ട്സ് പോലെ വന്നേക്കണം മുഖത്ത്. അത് ഒരു കവളിലല്ല, മൊത്തം മുഖം. ഇവിടെ 4 സ്റ്റിച്ച് ഉണ്ട് അവനിക്ക്, എൻ്റെ മകന്. മറ്റവനെ പ്ലാസ്റ്റിക് സർജറിക്ക് കൊണ്ടുപോയിക്കാണ്. ഷാഫിയുടെ താടിയലിന് പൊട്ടലുണ്ടാവുകയും പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുകയും ചെയ്തു. നിസാമിനും മൂക്കിലും ചുണ്ടിലും ഗുരുതരമായി പരിക്കേറ്റു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട സംഘമാണിതെന്ന് പോലീസ് പറയുന്നു. പ്രതികൾക്ക് ലഹരിബന്ധങ്ങളുണ്ടോ എന്നും മുമ്പ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. IT ഹബ്ബായ കാക്കനാട് കേന്ദ്രീകരിച്ച് ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്ക പരത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.